ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് 3ാം ക്ലാസ്സിലെ EVSൽ യൂണിറ്റ് 2 ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ യൂണിറ്റ് 2 ആയിട്ടുള്ള ദ വേൾഡ് ഓഫ് ആനിമൽസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താ ചാപ്റ്ററിൻ്റെ പേര്? ടു ദ വേൾഡ് ഓഫ് ആനിമൽസ്. അപ്പം ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണ്, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് മിത്ര എന്നൊരു കുട്ടി തൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇങ്ങനെ പറയുന്നത്. വാവ്, ഓൾ ഓഫ് യു ഹാവ് കം ഏർലി ടുഡേ, വെരി ഗുഡ്. എന്താ പറയുന്നത്? നിങ്ങളെല്ലാവരും ഇന്ന് നേരത്തെ വന്നോ എന്ന് ചോദിക്കുകയാണ് മിത്ര. സീയിങ് ഹർ ഫ്രണ്ട്സ്, മിത്ര കെയിം ഔട്ട് ഓഫ് ഹർ ഹൗസ്. എന്താ? മിത്ര തൻ്റെ കൂട്ടുകാരെ കണ്ടപ്പോൾ വീടിൻ്റെ പുറത്തേക്ക് വന്നു. ചിൽഡ്രൻ, യു ഹാവ് സീൻ ദ സറൗണ്ടിങ്സ് ഓഫ് മിത്രാസ് ഹൗസ്. കുട്ടികളെ, നിങ്ങൾ മിത്രയുടെ വീടിൻ്റെ സറൗണ്ടിങ്സ്, ചുറ്റുപാടുകളൊക്കെ കണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ കണ്ടോ? എന്താ ഉള്ളത്? ചുറ്റുപാട് നിറയെ ആനിമൽസ് ആണുള്ളത് അല്ലേ? ഇവരൊക്കെ എന്താ? മിത്രയുടെ ഫ്രണ്ട്സാണ്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ നോക്കാം. വിച്ച് ക്രീച്ചേഴ്സ് ആർ ദെയർ ഇൻ ദ പിക്ചർ? പിക്ചറിൽ എന്തൊക്കെ തരം ക്രീച്ചേഴ്സ് ഉണ്ട്? എന്തൊക്കെയുണ്ട്? ഡോഗ്, ക്യാറ്റ്, ഗോട്ട്, ഹെൻ, റൂസ്റ്റർ, ചിക്സ്, ബട്ടർഫ്ലൈ, പാരറ്റ്, സ്ക്യൂറൽ, ക്രോ, കിങ്ഫിഷർ, വുഡ്പെക്കർ. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എമംഗ് ദീസ് വിച്ച് ക്രീച്ചേഴ്സ് ഡു മിത്ര റൈസ്? ഈ മൃഗങ്ങളിൽ മിത്ര എന്തിനൊക്കെയാണ് വളർത്തുന്നത്? എന്തിനൊക്കെയാ? ക്യാറ്റ്, ഡോഗ്, ഗോട്ട്, ഹെൻ, റൂസ്റ്റർ, ചിക്സ്. വിച്ച് ക്രീച്ചേഴ്സ് ഡു ഹ്യൂമൻ റൈസ് ആസ് പെറ്റ്സ്? ഏതൊക്കെ ക്രീച്ചേഴ്സിനെയാണ് മനുഷ്യർ പെറ്റ്സായിട്ട് വളർത്തുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയാ? നിങ്ങൾ ഏതൊക്കെ വളർത്തും? നമുക്ക് നോക്കാം. കൗ, ഗോട്ട്, ഹെൻ, റൂസ്റ്റർ, ഹോഴ്സ്, റാബിറ്റ്, ഡോഗ്, ഫിഷസ് അല്ലേ? നമുക്ക് അടുത്ത നോക്കാം. വൈ ഡു വി റൈസ് ആനിമൽസ്? നമ്മൾ എന്തുകൊണ്ടാണ് ഈ ആനിമൽസിനെയൊക്കെ വളർത്തുന്നത്? എന്തിനു വേണ്ടിയാ? ഫോർ ഫുഡ്. എന്തിനാ? ആഹാരത്തിന് വേണ്ടി അല്ലേ? ഫോർ സെക്യൂരിറ്റി. എന്തിന്? സുരക്ഷിതത്വത്തിന് വേണ്ടി. എന്തിനാ നമ്മൾ ഡോഗ്സിനെയൊക്കെ വളർത്തത്തില്ലേ? നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി. അതിന്. പിന്നെ എന്തൊക്കെയാണ്? നമുക്ക് രണ്ടെണ്ണം കൂടെ അവിടെ എഴുതാം. ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി. എന്നാൽ നമുക്കതിനെ വളർത്താനുള്ള ഒരു ക്യൂരിയോസിറ്റി. എന്താ? നിങ്ങൾ ഫിഷസിനെയൊക്കെ വീട്ടിൽ വളർത്തത്തില്ല, ഒരു ക്യൂരിയോസിറ്റി കൊണ്ട്. അതാണ് നമ്മൾ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒന്ന് ഫോർ അഗ്രികൾച്ചർ പർപ്പസസ്, അതായത് നമ്മുടെ കാർഷികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ആനിമൽസിനെയൊക്കെ വീട്ടിൽ വളർത്താറുണ്ട്. ഹൗ ഡു ദ ഗിവൺ ഡൊമസ്റ്റിക് ആനിമൽസ് ബെനഫിറ്റ് അസ്? എങ്ങനെയാണ് നമുക്ക് ഈ ഡൊമസ്റ്റിക് ആനിമൽസൊക്കെ യൂസ്ഫുൾ ആവുന്നതെന്നാണ് ചോദിക്കുന്നത്. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ആഡിങ് ദ ബെനഫിറ്റ്സ് ഓഫ് ഡൊമസ്റ്റിക് ആനിമൽസ്. താഴെ തന്നിരിക്കുന്ന ടേബിള് നമ്മുടെ ഡൊമസ്റ്റിക് ആനിമൽസിൻ്റെ ബെനഫിറ്റ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ നമുക്ക് 2 ആനിമലിനെ കൊടുത്തിട്ടുണ്ട്, ഗോട്ടും ഹെന്നും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 4 എണ്ണവും കൂടി ഇവിടെ ആഡ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ബെനഫിറ്റ്സും നമ്മൾ എഴുതണം. അപ്പോൾ ഗോട്ടിൻ്റെ ബെനഫിറ്റ്സ് എന്താ പറഞ്ഞേ? ഫോർ മിൽക്ക്, ഫോർ മീറ്റ്, ഫോർ അഗ്രികൾച്ചർ പർപ്പസസ്. മിൽക്കിന് വേണ്ടി യൂസ് ചെയ്യാം, മീറ്റിന് വേണ്ടി യൂസ് ചെയ്യാം, അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം. ഇനി ഹെൻ എന്തൊക്കെയുണ്ട്? ഫോർ മീറ്റ്, ഫോർ എഗ് അല്ലേ? ഇനി നമുക്ക് 4 എണ്ണം കൂടെ അവിടെ എഴുതാം. കൗ എന്തോന്നോ യൂസ് ചെയ്യുന്നത് നമ്മൾ? കൗവിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ബെനഫിറ്റ്സ് ഉണ്ട്? ഫോർ മിൽക്ക്, ഫോർ അഗ്രികൾച്ചർ പർപ്പസസ്, ഫോർ മിൽക്ക് അല്ലേ? ഫോർ മിൽക്ക്, ഫോർ അഗ്രികൾച്ചർ പർപ്പസസ്. ഇനി ഹോഴ്സിന് എന്തൊക്കെ യൂസ് ചെയ്യാം? ഫോർ ട്രാവൽ പർപ്പസസ് അല്ലേ? ഇനി ഏതാ? ഡക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം നമ്മൾ? ഫോർ മീറ്റ്, ഫോർ എഗ്. അടുത്ത ഏതാ? ഫിഷ് എന്തിനൊക്കെ നമുക്ക് ഫിഷ് എന്തൊക്കെ നമുക്ക് ബെനഫിറ്റ്സ് വരും? ഫോർ മീറ്റ്, ഫോർ പ്ലഷർ. മീറ്റിന് വേണ്ടി. പ്ലഷർ എന്താ? നമുക്കൊരു കാണുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞില്ലേ, അതുപോലെ നമുക്കൊരു സംതൃപ്തിക്ക് വേണ്ടി നമ്മൾ ഫിഷിനെയൊക്കെ വളർത്താറുണ്ട്. വി റേസ് ആനിമൽസ് ഫോർ വേരിയസ് പർപ്പസസ്. നമ്മൾ പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ആനിമൽസിനെ വളർത്താറുണ്ട്. മിൽക്ക്, എഗ് ആൻഡ് മീറ്റ് ഓഫ് സം ആനിമൽസ് ആർ യൂസ്ഡ് ആസ് ഫുഡ്. അതായത് ചില ആനിമൽസിൻ്റെ മിൽക്കും എഗ്ഗും മീറ്റും ഒക്കെ നമ്മൾ ഫുഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്. വി കീപ് സം അതർ ആനിമൽസ് ഫോർ പ്ലഷർ. നമുക്കൊരു പ്ലഷർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ
ചില ആനിമൽസിനെ വീട്ടിൽ വളർത്താറും ഉണ്ട്. അടുത്ത് നോക്കിക്കേ, മെനി ക്രീച്ചേഴ്സ്, പല എന്താ ജീവികൾ. ഹൗ മെനി ക്രീച്ചേഴ്സ് കുഡ് യു ഐഡൻറ്റിഫൈ ഫ്രം ദ പിക്ചേഴ്സ്? താഴെ തന്നേക്കുന്ന പിക്ചേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ഏതൊക്കെ ക്രീച്ചേഴ്സിനെ മനസ്സിലായി എന്നാണ് ചോദിക്കുന്നത്. റൈറ്റ് ഡൗൺ ദർ നെയിം, അതിൻ്റെയൊക്കെ പേരുകൾ എഴുതാനാണ് പറയുന്നത്. ഒരെണ്ണം അവിടെ തന്നിട്ടുണ്ട്, ലിസാർഡ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട് വീട്ടിൽ പല്ലിയുള്ളതല്ലേ. രണ്ടാമത്തെ ഏതാണ്? സ്നെയിൽ. അടുത്ത ഏതാ? ആൻറ്റ്, ഉറുമ്പ്. സ്നെയിൽ എന്ന് വെച്ചാൽ ഒച്ച്. അടുത്താണ് കൂപ്പർ പോട്ട്. അടുത്തത് സെൻറ്റിപ്പീഡ്. സെൻറ്റിപ്പീഡ് എന്താ? പാറുകാലി എന്നൊക്കെ പറയും. അടുത്ത ബാറ്റ് വവ്വാല് അല്ലേ. അടുത്ത ഏതാ? മംഗൂസ് ഏതാ? കീരി എന്നൊക്കെ പറയും. അടുത്ത മില്ലിപേഡ് അതായത് അട്ട. ദേ ലീവ് ഇൻ അവർ ഹോംസ് ആൻഡ് സറൗണ്ടിങ്സ്. ഇതൊക്കെ എന്താ? നമ്മുടെ വീടുകളിലും പിന്നെ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെയാണ് ഇവരൊക്കെ താമസിക്കുന്നത് അല്ലേ. ആർ ദെയർ എനി ഡൊമസ്റ്റിക് ആനിമൽ എമംഗ് ദീസ്? നിങ്ങളിപ്പോൾ കണ്ട പേരുകളിൽ ഏതെങ്കിലും ഡൊമസ്റ്റിക് ആനിമൽസ് ഉണ്ടോ? നമ്മുടെ വീട്ടിൽ നമ്മളായിട്ട് വളർത്തുന്ന എന്തെങ്കിലും ആനിമൽസ് ഉണ്ടോ ഇതിൽ? നോ എന്നവിടെ കൊടുക്കാം. ഫൈൻഡ് ഔട്ട് മോർ ക്രീച്ചേഴ്സ് ഇൻ ആൻഡ് അറൗണ്ട് യു ഹോം ആൻഡ് റൈറ്റ് ദെയർ നെയിംസ് ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. അതായത് നിങ്ങളുടെ വീട്ടിലും വീടിൻ്റെ പരിസരങ്ങളിലും പുറത്തും അകത്തും ഒക്കെ ആയിട്ടുള്ള ഇതുപോലത്തുള്ള ക്രീച്ചേഴ്സിൻ്റെ പേരൊക്കെ കണ്ടുപിടിച്ച് നിങ്ങളുടെ സയൻസ് ബുക്കിൽ എഴുതാനാണ് പറയുന്നത്. ഹൗ മെനി ക്രീച്ചേഴ്സ് ഡിഡ് യു ഫൈൻഡ്? ഹൗ മെനി ഡിഡ് യുവർ ഫ്രണ്ട്സ് ഫൈൻഡ്? എന്താ, നിങ്ങൾ എത്ര എണ്ണം കണ്ടുപിടിച്ചു, നിങ്ങളുടെ കൂട്ടുകാർ എത്ര എണ്ണം കണ്ടുപിടിച്ചു എന്നൊക്കെ എഴുതാൻ. ടൈനി വൺസ് ആൻഡ് ജയൻസ്. മിത്ര ആൻഡ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ് എ ഗെയിം. എന്താ, മിത്രയുടെ കൂട്ടുകാരും ഒരു ഗെയിം കളിക്കുവാണ്. ദേ സേ ദ നെയിംസ് ഓഫ് ക്രീച്ചേഴ്സ്. അവർ ക്രീച്ചേഴ്സിൻ്റെ പേര് പറഞ്ഞാണ് കളിക്കുന്നത്. ഹു വിൽ ഫൈൻഡ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ക്രീച്ചേഴ്സ്? ഇറ്റ് ബിക്കം എ കോൺടെസ്റ്റ്. എന്താ, ആരാണ് കൂടുതൽ ക്രീച്ചേഴ്സിൻ്റെ പേര് കണ്ടുപിടിക്കുന്ന എന്നൊക്കെയാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്താ, ഒരു കോൺടെസ്റ്റ് ആയിട്ട് മാറി. എന്തൊക്കെ കണ്ടുപിടിച്ചു നോക്കിക്കേ. ഗ്രാസ് ഹോപ്പർ, ഫയർഫ്ലൈ, കമേലിയൻ, ബീറ്റിൽ, കൗ, അങ്ങനെ ഒരുപാട് തരം ക്രീച്ചേഴ്സിനെ അവർ കണ്ടുപിടിച്ചു. ദേ ഡിഡ് നോട്ട് ഫോർഗെറ്റ് ടു ഡ്രോ ദ പിക്ചേഴ്സ് ഓഫ് ദ ക്രീച്ചേഴ്സ്. അവർ കണ്ടുപിടിച്ച ക്രീച്ചേഴ്സിൻ്റെ പിക്ചേഴ്സൊക്കെ അവർ വരച്ച് വെക്കാൻ മറന്നില്ല. ഇവിടെ കണ്ടോ, അവർ കുറേ അധികം ക്രീച്ചേഴ്സിൻ്റെ പടങ്ങളൊക്കെ വരച്ച് വെച്ചേക്കുന്നത്. ഫസ്റ്റ് വൺ എന്താ? എലിഫൻറ്റ്, ബേർഡ്, കൗ, മങ്കി, ഫ്രോഗ്, ക്യാറ്റ്, സ്ക്യൂറൽ, അങ്ങനെ കുറേ അധികം ക്രീച്ചേഴ്സിനെയൊക്കെ അവരവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഡിഡ് യു സീ ദ പിക്ചേഴ്സ് ഓഫ് ദ ക്രീച്ചേഴ്സ് ദാറ്റ് മിത്ര ഡ്രൂ? മിത്ര വരച്ച ക്രീച്ചേഴ്സിൻ്റെ പിക്ചേഴ്സൊക്കെ നിങ്ങൾ കണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഷാൾ വി പ്ലേ ദ സെയിം ഗെയിം? നമുക്കും ഈ ഒരു ഗെയിം കളിച്ചാലോ? പ്രസൻറ്റ് ദ സൗണ്ട് ഓർ മൂവ്മെൻറ്റ് ഓഫ് എ ഫ്യൂ ക്രീച്ചേഴ്സ് വിത്തൗട്ട് നെയിമിങ് ദം. ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഐഡൻറ്റിഫൈ ദ ക്രീച്ചർ. അതായത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ കണ്ടുപിടിച്ച കുറച്ച് ക്രീച്ചേഴ്സിൻ്റെ സൗണ്ടും അത് കാണിക്കുന്ന മൂവ്മെൻറ്റ്സും ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കാണിച്ചിട്ട് അത് അവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയുക. ക്രിയേറ്റ് എ ടേബിൾ വിത്ത് ദ നെയിംസ് ഓഫ് ദ ക്രീച്ചേഴ്സ് ദാറ്റ് യു ഫൈൻഡ്. അതായത് നിങ്ങൾ കണ്ടുപിടിച്ച ക്രീച്ചേഴ്സിൻ്റെ പേരും ഒക്കെ പടവും ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ഒരു ടേബിൾ വരച്ചിട്ട് അത് കളർ ചെയ്യാനാണ് പറയുന്നത്. വിച്ച് ഈസ് എ സ്മാളസ്റ്റ് ആനിമൽ ഇൻ യുവർ ലിസ്റ്റ്? എന്നിട്ട് നിങ്ങൾ കണ്ടുപിടിച്ച ലിസ്റ്റിലെ ഏറ്റവും ചെറിയ ആനിമൽ ഏതാണെന്ന് എഴുതുക. ദ ലാർജസ്റ്റ്. ഇനി അതിലെ വലുത് ഏതാണെന്ന് വെച്ചാൽ അതും നോക്കി എഴുതുക. അറേഞ്ച് ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് ആനിമൽസ് ഇൻ യുവർ ടേബിൾ ബേസ്ഡ് ഓൺ ദ സൈസ്. എന്താ, നിങ്ങളുടെ ടേബിളിൽ നിങ്ങൾ എഴുതിയ ക്രീച്ചേഴ്സിൻ്റെ ആനിമൽസിൻ്റെ ഒക്കെ പേരുകൾ നിങ്ങൾ അതിൻ്റെ സൈസിൻ്റെ അനുസരിച്ച് നിങ്ങൾ അതിനെ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഹാവ് യു നോട്ടീസ് ദ ടൈനി ക്രീച്ചേഴ്സ് ഇൻ യുവർ സറൗണ്ടിങ്സ്? നിങ്ങൾ നിങ്ങളുടെ സറൗണ്ടിങ്സിലുള്ള വളരെ കുഞ്ഞ് ക്രീച്ചേഴ്സിനെയൊക്കെ കണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഹാവൻ യു സീൻ മെനി ടൈനി ക്രീച്ചേഴ്സ് ഇൻ യുവർ സ്കൂൾ സറൗണ്ടിങ്? നിങ്ങൾ നിങ്ങളുടെ സ്കൂൾ സറൗണ്ടിങ്സിലും ഇതുപോലെ ടൈനി ക്രീച്ചേഴ്സിനെയൊക്കെ കണ്ടോ? വിച്ച് ആർ ദേ? ഏതൊക്കെയത്? ആർ ദേ ഓൾ ഓഫ് ദ സെയിം സൈസ്? അവിടെ എല്ലാം കണ്ടത് എന്താ, സെയിം സൈസിലുള്ളതാണോ?
ലെറ്റ് us ഒബ്സർവ് ദം ടുഗദർ. എന്താ അതിനെയൊക്കെ നമുക്ക് ഒരുമിച്ച് കണ്ടുപിടിക്കാമെന്നാണ് പറയുന്നത്. പ്ലീസ് യൂസ് ദ ഹാൻഡ് ലെൻസ് ഫോർ യുവർ ഒബ്സർവേഷൻ. അതായത് ഹാൻഡ് ലെൻസ് ഒക്കെ നിങ്ങളുടെ ഈ ഒരു ഒബ്സർവേഷന് യൂസ് ചെയ്യാനാണ് പറയാം. എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? അതെ, ചെറിയ ക്രീച്ചേഴ്സിനെയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. വേർ ഷാൾ വി ഒബ്സർവ്? നമ്മൾ എവിടെയൊക്കെ ഇവയൊക്കെ കണ്ടുപിടിക്കുക? ഇൻ ദ സോയിൽ, എന്തെയാ മണ്ണിൽ, ഇൻ പ്ലാന്റ്സ് ചെടികളിൽ, ഇനി എന്തൊക്കെ എഴുതാം നമുക്ക്? ഇൻ ദ ട്രീസ് മരങ്ങളിൽ, ഇൻ ദ ഫീൽഡ് വയലുകളിൽ, നിയർ ദ പോണ്ട് എന്താ കുളങ്ങളുടെ അടുത്തൊക്കെ നമുക്കിതിനെ കണ്ടുപിടിക്കാം. റൈറ്റ് ഡൗൺ ദ നെയിംസ് ഓഫ് ദ ടൈനി ക്രീച്ചേഴ്സ് ദാറ്റ് യു ഫൈൻഡ് ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. നിങ്ങൾ കണ്ടുപിടിച്ച ടൈനി ക്രീച്ചേഴ്സിൻ്റെയൊക്കെ പേര് നിങ്ങൾ നിങ്ങളുടെ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറയുന്നത്. ഫിംഗർ ഡ്രോയിങ്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. അവിടെ കുറച്ച് പിക്ചേഴ്സ് ഒക്കെ കൊടുത്തേക്കുന്നുണ്ടോ? ദേ ആർ ഡ്രോൺ ബൈ ഡിപ്പിംഗ് ഫിംഗേഴ്സ് ഇൻ ഇങ്ക് ആൻഡ് ഇംപ്രിൻറ്റിങ് ദ സെയിം ഓൺ പേപ്പർ. ഡ്രോ മോർ പിക്ചേഴ്സ് ലൈക്ക് ദിസ്. അതായത് ഇങ്കിൽ വിരലുകൾ മുക്കിയിട്ട് അത് പേപ്പറുകളിൽ പതിപ്പിച്ച് അതിലിങ്ങനെ ഓരോ ആനിമൽസിനെയൊക്കെ ഇങ്ങനെ വരച്ചേക്കുക അല്ലേ, കണ്ണും മൂക്കും ഒക്കെ വെച്ചിട്ട്. അതുപോലെ നിങ്ങളും വരയ്ക്കാനാണ് പറയുന്നത്. വെറൈറ്റി ഇൻ ഫീച്ചേഴ്സ്. എന്താ ഫീച്ചേഴ്സുകളിലുള്ള വെറൈറ്റീസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഐഡൻറ്റിഫൈ ദ ആനിമൽസ് ബൈ ഒബ്സർവിങ് ദ ബോഡി പാർട്സ് ഇൻ ദ പിക്ചർ. താഴെ 4 പടങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെ ആനിമൽസ് ആണ് അതിൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കണ്ടുകൊണ്ട് പറയാനാണ് പറയുന്നത്. ഫസ്റ്റ് എന്താ കൊടുത്തേക്കുന്നത്? ഒരു കാലാണ് കൊടുത്തേക്കുന്നത്. ആരുടെ അത്? എലിഫൻറ്റിൻ്റെ ആണ്. പിന്നെ അവിടെ രണ്ടാമത് കൊടുത്തേക്കുന്നത് പീകോക്കിൻ്റെ ആണ്. മൂന്നാമത് സീബ്ര, നാലാമത് ഹെൻ. ഓക്കെ, ഹൗ ഡു ദീസ് ആനിമൽസ് ഡിഫർ? എങ്ങനെയാണ് ഈ ആനിമൽസിനെയൊക്കെ നിങ്ങളിങ്ങനെ ഡിഫർ ചെയ്ത് കണ്ടുപിടിച്ചത്? അതെ, കളർ വഴി, സ്പോട്സ് അടയാളങ്ങൾ വഴി, പിന്നെ എന്തുകൊണ്ടാ? സൈസ് അല്ലേ, പിന്നെ ഷേപ്പ് ഒക്കെ കൊണ്ടാണ് നിങ്ങളിതിനെ കണ്ടുപിടിച്ചത്. ആർ ദെയർ ക്രീച്ചേഴ്സ് വിച്ച് ക്യാൻ ബി ഐഡൻറ്റിഫൈ ബൈ ഒബ്സർവിങ് ദെയർ കളർ? നമുക്ക് ഈ ക്രീച്ചേഴ്സിനെയൊക്കെ അതിൻ്റെ കളർ ഐഡൻറ്റിഫൈ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുമോ? യെസ്. ഏതൊക്കെയാ? എലിഫൻറ്റ്, പാരറ്റ്, ക്രോ, സീബ്ര, ഇവയൊക്കെ നമ്മൾക്ക് കളറ് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. വിച്ച് ആർ ദ ക്രീച്ചേഴ്സ് ദാറ്റ് യു ക്യാൻ ഐഡൻറ്റിഫൈ ബൈ ലുക്കിംഗ് അറ്റ് ദെയർ ഹോൺസ്? അതിൻ്റെ സൗണ്ട് യൂസ് ചെയ്ത്, അതായത് അത് ഉണ്ടാക്കുന്ന ഹോൺ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ ക്രീച്ചേഴ്സിനെ കണ്ടുപിടിക്കാൻ പറ്റും? എലിഫൻറ്റ്, കൗ, ഗോട്ട്, ഇതിനെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ഹൗ അബൌട്ട് സ്പോട്സ്? അടയാളങ്ങൾ കൊണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ബോഡിയിലുള്ള പാറ്റേൺസ് ആയാലും ഒക്കെ അതിനെയൊക്കെ കൊണ്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ഏത് ക്രീച്ചേഴ്സിനെയാണ്? അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്രീച്ചേഴ്സിൻ്റെ പേര് പറയാമോ? പീകോക്ക്, ഹെൻ, സീബ്ര ഒക്കെ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും സ്പോട്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട്. എവറി ക്രീച്ചേഴ്സ് ഈസ് ഡിഫറെൻറ്റ് ഇൻ ഷേപ്പ്, സൈസ്, കളർ, ഹോൺസ്, നെയിൽസ്, സ്പോട്സ്, സ്ട്രിപ്സ് എക്സെട്ര. അതായത് ഓരോ ക്രീച്ചേഴ്സും അതിൻ്റെ ഷേപ്പിലും സൈസിലും കളറിലും ഹോൺസും നെയിൽസും സ്പോട്സും സ്ട്രിപ്സും ഒക്കെ കൊണ്ട് എന്താണ് ഡിഫറെൻ്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കിയേ, സീ ക്രീച്ചേഴ്സ്. കടലിലുള്ള ജീവജാലങ്ങളെ കുറിച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത്. വി നോ ദാറ്റ് ദർ ആർ മെനി കൈൻഡ്സ് ഓഫ് ഫിഷസ് ഇൻ ദ സീ. അതായത് നമുക്കറിയാം കടലിൽ സീയിലൊക്കെ ഇഷ്ടം പോലെ തരത്തിലുള്ള ഫിഷസ് ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. സീ ഈസ് ദ ഹാബിറ്റാറ്റ് നോട്ട് ഓൺലി ടു ഫിഷസ് ബട്ട് ഓൾസോ ടു മെനി അതർ ക്രീച്ചേഴ്സ്. അതായത് ഈ സീ എന്ന് പറയുന്നത് ഫിഷസിന് വേണ്ടി മാത്രമുള്ള ഒരു ഹാബിറ്റാറ്റ് അല്ല, പലതരത്തിലുള്ള ക്രീച്ചേഴ്സിന് വേണ്ടിയുള്ള ഹാബിറ്റാറ്റ് കൂടിയാണ് ഈ സീ എന്ന് പറയുന്നത്. ദർ ആർ മോർ ക്രീച്ചേഴ്സ് ഇൻ ദ സീ ദാൻ ഓൺ ലാൻഡ്. അതായത് കരയിലുള്ളതിനെക്കാട്ടി ഒരുപാട് ക്രീച്ചേഴ്സ് എവിടെയാണുള്ളത്? സീയിലാണുള്ളത്. വിച്ച് സീ ആനിമൽസ് ഡു യു നോ? നിങ്ങൾക്കറിയാവുന്ന സീ ആനിമൽസ് ഏതൊക്കെയാണെന്ന് പറയാനാണ് പറയുന്നത്. ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ദം. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതൊക്കെ എഴുതാനാണ് പറയുന്നത്. സീ ദ പിക്ചേഴ്സ് ഓഫ് സം ഓഫ് ദ സീ ക്രീച്ചേഴ്സ്. താഴെ കുറച്ച് സീ ക്രീച്ചേഴ്സിൻ്റെ പടം കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഏതാ? സീ ഹോഴ്സ്, കടൽ കുതിര എന്ന് പറയും. സീ ഹെഡ്ജ് ഹോഗ്. മൂന്നാമത് സീ കുക്കുംബർ.
നാലാമത് സീ കൗ. ഓക്കെ, സീ ഹോഴ്സ്, സീ ഹെഡ്ജ് ഹോഗ്, സീ കുക്കുംബർ, സീ കൗ. വൈ ഡിഡ് ദീസ് ക്രീച്ചേഴ്സ് ഗെറ്റ് സച്ച് നെയിംസ്? ഈ ക്രീച്ചേഴ്സിന് എങ്ങനെയായിരിക്കും ഇങ്ങനത്തുള്ള പേര് കിട്ടിയത്? അതെ, ഫസ്റ്റ് വണ്ണിന് ഹോഴ്സിൻ്റെ ഷേപ്പിലുണ്ട് അല്ലേ, ഹോഴ്സിൻ്റെ ഷേപ്പ് അല്ലേ തന്നെ, അപ്പോൾ അത് സീലായതുകൊണ്ട് സീ ഹോഴ്സ് എന്ന് പറയുന്നു. രണ്ടാമത്തേന് ഹെഡ്ജ് ഹോഗിൻ്റെ ഒരു ഷേപ്പാണ്, അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. മൂന്നാമത്തേന് കുക്കുംബറിൻ്റെ ഷേപ്പാണ്, അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. നാലാമത്തേന് കൗവിൻ്റെ ഷേപ്പാണ്, അതുകൊണ്ടാണ് സീ കൗ എന്ന് വിളിക്കുന്നത്. ബ്ലൂ വെയിൽ, ദ ലാർജസ്റ്റ് ക്രീച്ചർ ഓൺ എർത്ത്, ലീവ്സ് ഇൻ ദ സീ. അതായത് സീയിൽ ജീവിക്കുന്ന ഏറ്റവും വലിയൊരു ക്രീച്ചറാണ് എന്ത്, ജീവനുള്ള ഏറ്റവും വലിയൊരു ലാർജസ്റ്റ് ആയിട്ടുള്ള ക്രീച്ചറാണ് ബ്ലൂ വെയിൽ എന്ന് പറയുന്നത്. ദേ ആർ നോട്ട് ഫ്രം ദ ഫാമിലി ഓഫ് ഫിഷ്. അവർ ഫിഷിൻ്റെ ഫാമിലിയിലുള്ളതല്ല. ബ്ലൂ വെയിൽസ് ഗീവ് ബർത്ത് ടു ദ ഓഫ് സ്പ്രിങ്സ്. ബ്ലൂ വെയിൽസ് അതിൻ്റെ ഓഫ് സ്പ്രിങ്സിന് ബർത്ത് കൊടുക്കാറാണ് ഉള്ളത്. ഓക്കെ, അപ്പം ഇത് നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ പാർട്ട് 1 വീഡിയോ ആണ്. പാർട്ട് 2 വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത പാർട്ട് 2 ആയിട്ട് വരുമ്പോൾ കാണാം.